സാമ്പത്തിക താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്നതിനു വേണ്ടി തന്റെ ചിന്തയെയും മസ്തിഷ്കത്തെയും ഒരേപോലെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ അനുയോജ്യമാണോ? അഡ്വക്കേറ്റ് VN അസ്കർ, അതുപോലെ ഇവിടെ സന്നിധരായിട്ടുള്ള മറ്റ് UDF-ന്റെ നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന ജാഥ ഏതാനും സമയത്തിനകം ഇവിടെ എത്തിച്ചേരും. ഈ ജാഥ ആരംഭിച്ച് ഇന്നലെ നമ്മുടെ ജില്ലയിൽ കടന്ന് ഇന്ന് എടപ്പാളിൽ സമാപിക്കുകയാണ്. മറ്റു ജാഥകളെ അപേക്ഷിച്ച് നമ്മുടെ സംസ്ഥാനം എങ്ങനെയായിരിക്കണമെന്ന് പങ്കെടുക്കാതിരിക്കുകയും അല്ലെങ്കിൽ താങ്കൾ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന പദവി ഉപയോഗിച്ചുള്ളൂ എന്ന അനുവാദം നൽകുകയുമായിരുന്നു അന്നുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഇടതു നിരീക്ഷകനിൽ നിന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന പദവിയിലേക്ക് എത്തുകയായിരുന്നു. തുടർന്ന് ഈ പ്രസ്ഥാനത്തോടൊപ്പം CPM-നൊപ്പം നിന്നു പോകാനാവില്ലെന്ന ഉറച്ച തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ അംഗത്വമെടുത്ത് ആ പാർട്ടിയുടെ പ്രവർത്തകനായി ഞാനിപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ 10 കൊല്ലം കേരളത്തിന്റെ സാമ്പത്തിക മേഖലയിൽ ആദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സഖാവ് പിണറായി വിജയൻ അധികാരത്തിലെത്തുമ്പോൾ കേരളത്തിൽ ആദ്യമായി സാമ്പത്തിക ഉപദേഷ്ടാവായി വെച്ചിട്ടുള്ള ഡോക്ടർ ഗീതാ ഗോപിനാഥിനെയായിരുന്നു. ഡോക്ടർ ഗീതാ ഗോപിനാഥ് ആരാണെന്നറിയാമോ? പോലീസിന്റെ ഉപദേശകനായി നിലനിന്നിരുന്നത്. അങ്ങനെ സമഗ്ര മേഖലകളിലും സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ സമഗ്ര മേഖലകളിലും ഇടതുപക്ഷ മൂല്യങ്ങൾ ചോർന്നു പോയിരിക്കുന്ന നേതൃത്വം ജനങ്ങളിൽ നിന്ന് അറ്റുപോയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിന്റെ ആദരണീയനായ പ്രതിപക്ഷ നേതാവ് കേരളം പുതുയുഗത്തിലേക്ക് നയിക്കുന്നതിനു വേണ്ടി ഒരു സമഗ്ര പദ്ധതിയുമായി കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും 140 മണ്ഡലങ്ങളിൽ കണ്ട് നേരിട്ട് സംവദിക്കുന്നതിനു വേണ്ടി എത്തിയിട്ടുള്ളത്. അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നു ഭരണത്തുടർച്ചയുണ്ടായാൽ ആ ഭരണ തുടർച്ചയെ തുടർന്ന് അത് ജീർണതയിലേക്ക് നയിക്കും എന്ന് സച്ചിദാനന്ദ മാഷ് പറഞ്ഞത്, അതുപോലെ സാറ ടീച്ചർക്ക് പറയേണ്ടി വന്നത്, അങ്ങനെ നിരന്തരം ഇതിനുള്ളിൽ പറഞ്ഞുകൊണ്ടിരുന്നവർ അവർ ഇപ്പോ പരസ്യമായി പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചരിത്ര മുഹൂർത്തം എന്ന് പറയുന്നത്. ആ ചരിത്ര മുഹൂർത്തത്തിലാണ് ശ്രീ VD സതീശൻ ഇപ്പോ കേരളത്തെ ഉഴുതുമറിച്ചുകൊണ്ടേയിരിക്കുന്നത്. കഴിഞ്ഞ 10 ദിവസമായി ഈ യാത്ര വന്നിടത്തൊക്കെ തന്നെ സുദീർഘമായ ജനപങ്കാളിത്തത്തോടുകൂടി ഞാൻ ഈ 2 ജാഥകൾ ഇപ്പോ വികസന മുന്നേറ്റ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3 ഘട്ടങ്ങളായി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ 3 ഘട്ടങ്ങളിൽ നടത്തുന്ന വികസന മുന്നേറ്റ ജാഥയും